ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ജിബാസുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെന്താണ്, നിങ്ങളെന്താ ചെയ്യണത്? എല്ലാവരുടെ സുഖവിവരങ്ങളൊക്കെ പറയണം കേട്ടോ. നമ്മൾ ന്യൂ ഹോം ടൂറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വാടക വീട് മാറി, സ്വന്തം വീടൊന്നുമല്ല കേട്ടോ, വാടക വീട് തന്നെയാണ്. ഇപ്പോഴും മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. താഴെ നമുക്ക് നോക്കാൻ നിന്നില്ല, വേഗം ഒരു വീട് നോക്കി മാറി. കുറേ ദിവസങ്ങളായിട്ട് പൂച്ചക്കുട്ടികൾ വളർത്തുന്നത് ശല്യമായിരിക്കണം പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. നമ്മൾ 5-6 വർഷമായിട്ട് വളർത്തുന്ന പൂച്ചയാണ്. അടുത്തുള്ള പൂച്ചകൾ നമ്മുടെ അവിടേക്ക് വരും. നമ്മളതിന് പാലോ നമ്മുടെ കയ്യിലുള്ളത് കരിയാണെങ്കിൽ ശരി, മീനാണെങ്കിൽ ശരി വെച്ചാൽ കൊടുക്കും. 5-6 വർഷമായിട്ട് വളർത്തുന്ന പൂച്ച. നമ്മൾ അതിനെ കൊണ്ടുവിടാൻ പറയുന്നു, നമ്മളതിനെ കൊണ്ടുവിടാനുള്ള മനസ്സില്ല. പിന്നെ ശരി, അമ്മ വീട് കയറ്റുന്നുണ്ടല്ലോ, അവിടെ കൊണ്ടുവിടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതിനുള്ളിൽ പ്രശ്നങ്ങളൊക്കെ ശല്യം പറഞ്ഞപ്പോൾ നമുക്ക് ആകതായിട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറാമെന്ന് വിചാരിച്ചു. എന്നാൽ പൂച്ചക്കുട്ടികൾ വെളിയിൽ കൊണ്ടുവിടുന്നത് എവിടെയോ, അങ്ങനെ നമ്മൾ ജീവിക്കേണ്ട. എന്താ പറയുക, നമ്മൾ അത്രയും സ്നേഹിച്ച് വളർത്തിയ ജീവിയാണ്. അത് എവിടെയോ കൊണ്ട് വിട്ട് നമ്മളെന്തിനാ അതിൻ്റെ പാവങ്ങൾ സമ്പാദിക്കണം? ദുനിയാവിൽ നമ്മൾ എന്ത് ചെയ്യണോ അതിൽ നമ്മൾ മാറി പോയാൽ കിട്ടണത്. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ച് അത് ഞാൻ ശരി നമുക്ക് വീട് മാറിക്കളയാന്ന് പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞോളിഞ്ഞും പറഞ്ഞു. നമ്മൾ ഒഴിഞ്ഞു കേട്ടോ. ഇന്ന് 12-13 ദിവസമായി കേട്ടോ. അപ്പോൾ ഇന്നാണ് ഒന്ന് വീഡിയോ ഒന്ന് ഇടാൻ പറഞ്ഞിട്ട് വിചാരിച്ചത്. ഇന്നാണ് ഒന്ന് സമയം കിട്ടിയത്. ഇനിയും ശരിയാക്കാനുള്ളതൊക്കെ ഉണ്ട്. അലമാരിയൊക്കെ പുറത്താണ് ഇരിക്കണത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രാക്കൊന്നും കേൾക്കാൻ നിന്നില്ല. നമ്മൾ പെട്ടെന്ന് ഒരു വീട് നോക്കി വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഹോം ടൂർ കാണാം. ഹോം വന്നിട്ട് ആദ്യം എടുത്ത വീഡിയോയാണ് കേട്ടോ. ആദ്യം പോയ ദിവസം എടുത്ത വീഡിയോയാണ്. എൻ്റെ ഇക്ക എടുത്ത വീഡിയോയാണ് കേട്ടോ. ഇതാണ് വഴി കേട്ടോ. ഇതാണ് വഴി, വരുന്ന വഴി ഇതാണ്. കുഴപ്പമില്ല. താഴെ ഒരു വീടുണ്ട്, മുകളിലൊരു വീട്. മുകളിലത്തെ വീട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. ഹൗസ് ഓണർക്ക് വേറെ എവിടെയാണ്. കണ്ടില്ലാലും വരെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് നമ്മൾ കൈയും മാറ്റി 1-2 ദിവസം ഇരുന്ന് പോയിട്ടോ. അതുകൊണ്ട് അലമാര ഉള്ളിലാക്കാൻ പറ്റിയിട്ടില്ല. എന്താ പറയുക, 3-4 ആൾക്കാർ വേണം പിടിക്കാനായിട്ട്. പിന്നെ ഇത് മുകളിൽ കയറ്റാൻ തന്നെ നല്ല പണിയുണ്ട് കേട്ടോ ഗായ്സ്. കൈയും കാലും ഒക്കെ പോയി, ഇടുപ്പൊക്കെ പോയി ആണുങ്ങളുടെ. പിന്നെ നമ്മളും ചെറുതായിട്ടല്ലേ നമ്മൾ ചെയ്യുള്ളൂ, വലുതൊക്കെ അവരല്ലേ തൂക്കുക. ഇതാണ് സ്റ്റെപ്സ് കേട്ടോ. ഒക്കെയാണ് ഇവിടെ എടുക്കുന്നത്. ആദ്യത്തെ നമ്മൾ അടിക്കലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെയാണ്. കറപ്പുറം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ തന്നെ സെറ്റ് ആക്കണുള്ളൂ. അപ്പോൾ ആദ്യം എടുത്ത ഇവിടെയാണ്. അത് സെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് അമ്മക്ക് ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇരിക്കുന്നുണ്ട്. വലിയൊരു ഹാള്, മുന്നാമ്പുറത്ത് വലിയ ഹാള്, 2 റൂമുണ്ട്, കോമൺ ബാത്റൂമും ഒരു അടുക്കള കേട്ടോ. അവിടെ ഒരു റൂമും ഒരു ഹാള് അടുക്കളയായിരുന്നു. ഇവിടെ വന്നിട്ട് രണ്ട് റൂമാണ് ഉള്ളത് കേട്ടോ. 2 റൂംസ് ഉണ്ട്. അപ്പോൾ ഇതവിടെ എൻ്റെ ടേബിൾ അവിടെ വെച്ചിട്ടുണ്ട്. അത് ബാത്റൂം. അത് ഉള്ളിലൊന്നും കാണിക്കുന്നില്ല. ഇതാണ് വലിയ റൂം കേട്ടോ. അതാണ് മാസ്റ്റർ ബെഡ്റൂം പറയില്ലേ, വലിയ ബെഡ്റൂം. 2 കട്ടിലിട്ടുണ്ട്. കുട്ടികൾക്കും ഞങ്ങൾക്കും തനിയായിട്ടുണ്ട്. ഒന്ന് ശരിയാക്കിയിട്ടിലൊക്കെ വെച്ചിട്ട് ഓരോ റൂംസായിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിക്കലും തുടക്കലായിട്ട് ആദ്യം റൂം ക്ലീൻ ആക്കുക, അപ്പുറത്തിടുക, അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് ഇതാ കണ്ടില്ലേ, ഒക്കെ വളർന്നിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചെല്ലാം ശരിയാക്കി വരുന്നുണ്ട്. ഇതാണ് അടുക്കള കേട്ടോ. അടുക്കളയുടെ ഉള്ളിൽ തന്നെ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് സെറ്റാക്കിയിരിക്കുന്നത്. ഇതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.